ഞാൻ ക്യാമ്പിൽ പോകുമ്പോ എന്റെ പുണ്യതയും നടന്നു പോകുന്നു. ഞാൻ വിടില്ല. ഞാൻ വിടില്ല. കഴിഞ്ഞ തവണ എന്റെ ജീവൻ രക്ഷിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഓടിക്കളഞ്ഞു. ഇത്തവണ ഞാൻ വിടില്ല. നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടില്ല എന്ന് കരുതിയല്ലേ? കല്ലിറങ്ങിയപ്പോ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയല്ലേ? ഞാനോ? വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. നമ്മൾ തമ്മിൽ ഈ പരിപാടി അളിയ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്കുള്ളതെല്ലാം അളിയനുള്ളതാണ്. അളിയ, എനിക്ക് ഈ ലോകത്തൊരളിയനുണ്ടെങ്കിൽ അത് അളിയനാണ്. നീയാണ്, നീ മാത്രമാണ് അളിയ. വേണ്ട വേണ്ട, ഫിറ്റ് മാറുമ്പോ മറിച്ച് പറയില്ല. സത്യം സത്യം. അളിയൻ ഇപ്പോഴും എന്നെ വിശ്വാസം വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അളിയന് തരാൻ എന്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ അളിയ. ഈ കാവ് അളിയണം. എനിക്ക് വേണ്ട. എന്റെ ജീവൻ രക്ഷിച്ച ആളിന് ഇത്രയെങ്കിലും തിരിച്ചു ചെയ്തില്ലെങ്കിൽ ഇത് പാവം കിട്ടും അളിയ. അളിയെടുത്ത് ഞാൻ നടന്നു പോയിക്കോളാം. ഇന്നു മുതൽ ഈ കാവ് അളിയന്റേതാണ്. അളിയന്റേതാണ് അളിയ. എനിക്ക് വേണ്ട. എന്നാ ഈ കാവ് ഇവിടെ കിടന്ന് തുരുമ്പെടുത്ത് നശിക്കട്ടെ. കേവളിയ, എന്റെ പൊന്നളിയ, എനിക്ക് ഒരേ ഒരു അളിയ മാത്രമേ ഉള്ളൂ. ഞാൻ നടന്നു പോയിക്കോളാം. അളിയ, പൂക്കാരിക്കുട്ടി ഇറങ്ങിക്കോളൂ. പൂക്കൂടെ ഞാൻ എടുത്തോളാം. ഇത് തന്നെയാണോ വീട്? പൂക്കാരിക്കുട്ടി പറഞ്ഞ വഴിയില്ല ഞാൻ വന്ന്. പഠിക്കലൊരു മരമുണ്ടോ? അതുണ്ടല്ലോ. എന്നാ ഇത് തന്നെ വീട്. കൂടെ ഇങ്ങ് തന്നോളൂ. ഞാൻ പോട്ടെ. ഏലക്ക സാറ് വീട്ടിൽ കയറുന്നില്ലേ? എന്റെ പേര് ഏലക്ക എന്നല്ല. എനിക്ക് അങ്ങനെയല്ലേ അറിയൂ. പേര് പറഞ്ഞിട്ടില്ലല്ലോ. വരൂ. എന്നെ ശ്രീ എന്ന് വിളിച്ചാ മതി. പൂക്കാരിക്കുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ശ്രീയേട്ടാന്ന് വിളിച്ചോളൂ. എന്റെ പേര് പൂക്കാരിക്കുട്ടി എന്നല്ല. എനിക്ക് അങ്ങനെയല്ലേ അറിയൂ. പേര് പറഞ്ഞിട്ടില്ലല്ലോ. ശാലിനി എന്ന അമ്മയിട്ട പേര്. എന്നെ ഇഷ്ടമുള്ളവരെല്ലാം ചിക്കൂന്ന് വിളിക്കും. അച്ചൂട്ട മാത്രം ആറാം പറഞ്ഞോളെന്ന് വിളിക്കും. അച്ചൂട്ടിന് അങ്ങനെയാ. എല്ലാവരും ചീത്തയെ വിളിക്കും. വീഴും. ഈ വീടിനകത്തേക്ക് കയറിയാൽ എനിക്ക് കണ്ണ് ശരിക്കും കാണാം. തൂണും വാതിലും പടിയും ഒക്കെ എനിക്ക് നല്ല നിശ്ചയാ. കയറിയിരിക്കൂ. ചിക്കു, ആരാ അച്ചുവേട്ടൻ? എന്റെ ഏട്ടന് എല്ലാരെയും തല്ലും. എന്റെ അച്ഛനെയും തല്ലിയിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. വലിയ റൗഡിയാന്നാ പറയുന്നേ. ചിക്കുവിന്റെ അച്ഛനെവിടെ? അച്ഛനില്ലല്ലേ? അയ്യോ, ഞാൻ അറിയാതെ ചോദിച്ചാ. കച്ചേരി പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വായിന്ന് ചോര വന്നു. അപ്പൊ തന്നെ ശ്രീയേട്ടൻ ഇരിക്കൂ, ഞാൻ ഇപ്പൊ വരാം. ഇത് കുടിച്ചോളൂ. ഇതെന്താ? ഇത്തിരി മോരാ. കാറൊക്കെ ഓട്ടുമ്പോ ക്ഷീണം ഉണ്ടാവില്ലേ? വലിയ പണക്കാര് മോര് കുടിക്കുവോ? നല്ല പുളി. കുറച്ചുകൂടെ കിട്ടിയാ കൊള്ളായിരുന്നു. അയ്യോ, ഇത്രേ ഉള്ളല്ലോ. ചിക്കു വീണ വായിക്കോ? അച്ഛന്റെ കൂടെ പാടാൻ പോയിരുന്ന കാലത്ത് അവിടെ ഇരിക്കുന്ന വീണ കണ്ടുവല്ലേ? ഇനി ബാക്കിയുള്ളത് അത് മാത്രം. ഉണ്ടായിരുന്നതെല്ലാം ഏട്ടൻ കൊണ്ടുപോയി വിറ്റ് കള്ളുകുടിച്ചു. അതും മീട്ടാൻ പറ്റില്ല. 2-3 കമ്പിയൂടി വേണം. വാങ്ങിത്തരാൻ പറഞ്ഞാൽ അച്ചുവേട്ടൻ ചീത്ത വിളിക്കും. കമ്പി വാങ്ങാനുള്ള കാശ് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ മോരിത്രേ ഉള്ളല്ലേ? ഞാൻ പോട്ടെ. ഞാൻ ഈ കാറ് കൊണ്ടുപോയി കൊടുത്തില്ലെങ്കിൽ കുഴപ്പത്തിലാവും. വരട്ടെ.
നല്ലവണ്ണം ഈശ്വരനെ മനസ്സിൽ ധ്യാനിക്കൂ. ചായതത് കടയതത് ജോലി തത് ചക്രപാണി തൻ വാക്യ. ചായക്കടയിലാണ് ജോലിയെന്ന് ചക്രവാണി അദ്ദേഹം പറയുന്നു. അതെ അതെ. കണ്ടോ, 3-ാം ഭാവത്തിൽ ചായക്കട. നിൻ മകൾ തതു പ്രേമാഭിഷേക ബാർബറതു കാരണേതു ചക്രപാണി തൻ വാക്യ. തന്റെ മകൾ ഒരു ബാർബറുമായി പ്രേമത്തിലാണെന്ന് ചക്രവാണി അദ്ദേഹം പറയുന്നു. മോനെ എന്ന് അവന്റെ മുഖത്ത് നോക്കി ഒരു ആർട്ട് വെച്ചു കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവനൊരു ജിമ്മായതുകൊണ്ട് അവൻ എന്നെ എടുത്ത് പെരുമാറുമോ എന്നാണ് എനിക്ക് എന്റെ പേടി. അതിനെന്താ ഇപ്പൊ ഒരു വഴി? കൂടോത്രേ കൂടോത്ര കാരണേ ചക്രപാണി തൻ വാക്യ. കൂടോത്രം കാരണമാണെന്ന് ചക്രവാണി അദ്ദേഹം പറയുന്നു. ആര് കൂടോത്രം ചെയ്തെന്നാ? ഞങ്ങളാ കൂടോത്രം ചെയ്തത്. അതറിയാനല്ലേ ഇവിടെ നീണിക്കുന്നേ? ബന്ധു കൂടോത്രേയ, ആ അനിയ കൂടോത്രേ, അനിയ ഭാര്യ കൂടോത്രേയ, കല്യാണ നമ്പ വിഴുന്ത് കൂടോത്രേയ, വൈരാഗ്യ ബുദ്ധി കൂടോത്രേയ, മകൾ മാലതി കൂടോത്രേയ, കൂടോത്രേ കുക്കുടോത്രേ പ്രതികടയും സ്ഥൂനയും ശ്രീ പത്മനാഭ ചക്രപാണി തൻ വാക്യ. എന്താ? ബന്ധുവാണ് കൂടോത്രം ചെയ്തത്. അനിയന്റെ ഭാര്യയുടെ അനിയനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് വൈരാഗ്യം മൂത്ത് മകൾ മാലതിക്കും നിങ്ങൾക്കും കോഴിത്തലയിൽ കൂടോത്രം ചെയ്തിരിക്കുന്നു എന്ന് ചക്രവാണി അദ്ദേഹം പറയുന്നു. ദുഷ്ടന്മാര് സമ്മതിച്ചിരിക്കുന്നു. ജ്ഞാനദൃഷ്ടി തന്നെ. അവിടുന്ന് എന്തെല്ലാം കാര്യങ്ങളാ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ആട്ടെ, ഇതിനെന്താ ഒരു പോംവഴി? ചെമ്പുതകരിലെ കൂടോത്രേയ, ഇത് കൂടോത്രേയും പുറ കൂടോത്രേയും കള കൂടോത്രേയ ചക്രപാണി തൻ വാക്യം. ആ, ചെമ്പ് തകിടിലെ കൂടോത്രം എടുത്ത് പുറത്ത് കളയണമെന്നാണ് ചക്രപാണി അദ്ദേഹം പറയുന്നത്. ആഹാ, എന്നാണ് അതൊന്ന് എടുക്കാൻ സൗകര്യപ്പെടുക? നാളെ കൂടോത്രേയ സൂര്യോദയ നാഴിക 7 കൂടോത്രയും വീട് കൂടോത്രയും എടു കൂടോത്രയും പുറ കൂടോത്രയും കള കൂടോത്രയും ചക്രപാണി തൻ വാക്യം. നാളെ സൂര്യോദയത്തിന് 7-ാം നാഴികയ്ക്ക് ഒന്ന് പുല്ലെടുത്ത് പുറത്ത് കളയും ചക്രപാണി തൻ വാക്യം എന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. വളരെ സന്തോഷം. എന്നാ ഞാൻ വരട്ടെ. അഡ്വാൻസ് കൂടോത്രയും ചക്രപാണി തൻ വാക്യ. അഡ്വാൻസ് തന്നിട്ട് പോയാൽ മതി എന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. അയ്യോ, ഞാനതങ്ങ് മറന്നു. 50 എന്ന സമസ്ത പുരാണ 100-200 പ്രതികയും സ്ഥൂനയും ചക്രപാണി തൻ വാക്യ. 50 പോരാ, 100-200 തന്നെ വേണമെന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. ഉഡാൻസും വേലത്തരവും സ്ത്രയും നമ്മുടെ ഉഡാൻസും വേലത്തരം ഒന്നും ഇങ്ങോട്ട് ഇറക്കണ്ട എന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. അയ്യോ, അങ്ങനെ ഒരു വേലത്തരം ഞാൻ ഇറക്കത്തില്ലേ. ഇതൊരു 200 സ്ത്രയും 1 സ്ത്രയും അത്രയും മതിയ സ്ത്രയും. എന്താകോ സ്ത്രയും എന്തോ സ്ത്രയും എല്ലാ കാര്യവും ഞാനേറ്റ സ്ത്രയും. ശ്രീയേട്ടനാണോ? കാറുണ്ടെന്നില്ലേ? കാറ് കൊണ്ടുവന്നു. ഒരല്പം ദൂരെ ഇട്ടിരിക്കുക. ഇവിടെ കൊണ്ടുവന്നാൽ തിരിക്കാൻ പാടാ. പൂവാങ്ങാൻ വന്നതാണോ? അല്ല, പിന്നെ വെറുതെ ഒന്ന് കാണാൻ. എന്താ വെറുതെ ഒന്നൂടെ? വരാമല്ലോ. എനിക്കൊരു ഉപകാരം ചെയ്യൂ. വീണക്കമ്പി വാങ്ങാൻ കൂട്ടിവെച്ച കാശ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ, ഈ ചെപ്പിലുണ്ട്. എനിക്ക് കടയറിയില്ല. അതിനെന്താ, ഞാൻ വാങ്ങിത്തരാമല്ലോ. വേറെ ആരോടും പറയാനില്ലാത്തോണ്ട് പറയാ. ഏലക്ക വിൽക്കുന്നതിനിടയിൽ സമയം ഉണ്ടാകുമോ എന്തോ? പൈസ ചിക്ക് വെച്ചോളൂ. വൈകിട്ട് വീട്ടിൽ വരുമ്പോ ഞാൻ കമ്പി കൊണ്ടുവരാം. ഞങ്ങൾ പണക്കാർക്ക് 2 കമ്പി വാങ്ങുന്ന വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. 2 ഏലക്കയുടെ വിലയല്ലേ ഉള്ളൂ. മറ്റേ കമ്പി വാങ്ങി വന്നാല് ചിക്കു എനിക്ക് എന്താ തരിക? മോര് തരാം. മോര് വേണം. അത് വെറുതെ വന്നാലും കിട്ടില്ലേ? പിന്നെന്താ വേണ്ടേ? വീണയില് കമ്പി കെട്ടിട്ട് ഒരു പാട്ട് പാടുമോ? അയ്യോ, പോട്ടെ. ഏലക്ക കൊണ്ടുപോകാൻ ലോറി വന്നാണ്. വൈകിട്ട് കാണാം. ജോസിയം ബക്രികളാ ജോസിയോ 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 കൈരേഖ ബക്രികളാ കൈരേഖ കൈരേഖ കൈരേഖ. എന്താ
ചക്രപാണി അദ്ദേഹം വന്ന ശേഷം നിനക്ക് കഞ്ഞിക്ക് വകയില്ലാതായി അല്ലടി കുഞ്ഞി. അതിന് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, ഞാൻ സഹിച്ചോളാം. എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. അതേ ഞാൻ പഴയ ബീഡി വലിയൊക്കെ നിർത്തി. അവിടെ ഒരു കൈനാട്ടം. എടി തത്തയെങ്കിലും തെണ്ടിക്കാതെ തുറന്നു വിടും, അല്ലെ ഇതൊരു ദിവസം ഞാനങ്ങ് ചെയ്യും. കാക്കാട്ടി പോലും കാക്കാട്ടി. അന്ന് ഞാൻ നിന്നെ പിടിച്ചതിനകത്ത് അടയ്ക്കും, നോക്കിക്കോ. അതിന് നീ ഒരു ജന്മം കൂടി ജനിക്കണമടി. ചോണയുള്ള തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ ഒന്ന് പറഞ്ഞു വിടണ. അന്ന് ഞാൻ നിന്നെ പിടിച്ചതിനകത്ത് അടച്ച് നിന്നെ കൊണ്ട് ഞാൻ ചീറ്റെടുപ്പിക്കും. എടുപ്പിക്കും, നമുക്ക് കാണാം. എടീ നീ എടപ്പള്ളി കുറുപ്പിനോടാണ് കളിക്കുന്നത്, ഓർമ്മിച്ചോണമാ. നിന്റെ അപ്പൂപ്പനല്ലേ വലിയ പള്ളി, അയാളിവിടെ ഇരിക്കുമ്പോഴേ ഞാൻ എന്റെ തന്ന ഇവിടെ ഉണ്ട്. പിന്നെയാണ് നീ പോടാ പോടാ പോയി ജോലി നോക്കടാ. ഒരു വലിയ എടപ്പള്ളി വന്നിരിക്കുന്നു, പോടാ. അവന്റെ ഒരു കള്ള ജോസ്യം ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. അയ്യോ എന്നെ തത്ത, അയ്യോ എന്നെ തത്തയെ തുറന്നുവിട്ടേ. ആരാ നീ? തത്തയെ തുറന്നുവിട്ടാ. എന്തിനാ എന്നെ തത്തയെ തുറന്നുവിട്ടത്? എന്തിനാ? അയ്യോ എന്റെ തത്ത, എന്റെ തത്ത പോയേ. അയ്യോ ഞാൻ ഇനി ആരെ കൊണ്ട് ചീട്ടെടുപ്പിക്കും? ഞാൻ എടുത്തോളാം. കാക്കാത്തിയമ്മയ്ക്ക് വിഷമം തോന്നരുത്. തത്തമ്മ കൂട്ടിന്ന് പോയാലും അതിന് തിന്നാൻ എപ്പോഴും എന്തെങ്കിലും കിട്ടും. ഞാൻ വല്ലതും കഴിച്ചിട്ട് 2 ദിവസമായി. തത്തമ്മയ്ക്ക് എല്ലാവുന്ന കാശ് എനിക്ക് തന്നാ മതി, ഞാൻ ചീട്ടെടുത്തോളാം. നിന്നെ കൊണ്ട് എങ്ങനെ ചീട്ടെടുപ്പിക്കും? കാക്കാത്തിയമ്മ പറഞ്ഞല്ലോ ആ എടപ്പള്ളിയോട്, തത്തയെ തുറന്നു വിട്ടാ അവനെ പിടിച്ചിരുത്തി ചീട്ടെടുപ്പിക്കുന്നു. ഞാൻ കേട്ടല്ലോ. തത്തമ്മയ്ക്കായാലും എടപ്പള്ളിക്കായാലും ചെലവിന് കൊടുക്കണ്ടേ? ആ കാശ് എനിക്ക് തന്നാ മതി, ഞാൻ ഇരുന്നോളാം. എന്തോ വിശന്നിട്ടല്ലേ കാക്കാത്തിയമ്മ? നിനക്ക് വിശക്കുന്നുണ്ടല്ലേ? വലിയ വിശപ്പുണ്ടോ? നവാ ഒരു പുട്ട് തന്നെ. നിന്റെ വീട് എവിടെയാ? അങ്ങ് ദൂരെ, കോഴിക്കോട് അടുത്ത് ബാലുശ്ശേരി എന്ന് പറയും. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആരുമില്ല. അച്ഛനുണ്ടായിരുന്നു, മരിച്ചുപോയി. അമ്പലത്തിൽ ഊത്തായിരുന്നു. ബാലുശ്ശേരി ഗോപാലപ്പണിക്കരെന്ന് പറഞ്ഞ വലിയ നാദസ്വരക്കാരനാണെന്നാ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ പേര് മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചപ്പോ എനിക്ക് കിട്ടിയത് ഒരു കടുക്ക മാത്രമാ. പണ്ടങ്ങ് വായിച്ചപ്പോ ഏതോ ഒരു തിരുവേണി കൊടുത്താത്രേ. പട്ടിണി കൊണ്ടാ മരിച്ചുവെങ്കിലും അച്ഛൻ മരിച്ചപ്പോഴാ എനിക്ക് മനസ്സിലായത് വീടും കൂടിയും ഒന്നുമില്ലേലും അച്ഛൻ ഒരു വലിയ ആളായിരുന്നെന്ന്. അതെങ്ങനെയാ? ശവദാഹത്തിന് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. വലിയ ആളുകൾ മരിക്കുമ്പോഴല്ലേ ആളുകൾ കൂടുന്നത്. മതിയോ? നമുക്ക് ചീട്ടെടുക്കാൻ പോവാ. വേണ്ട വേണ്ട, ഞാൻ വേറെ സത്യം വാങ്ങിച്ചോളാം. നിനക്ക് വിശക്കുമ്പോ എന്റെ അടുത്ത് പറഞ്ഞാ മതി. പോയി കൈ കഴുകിയിട്ട് വാ. കാക്കാത്തിയമ്മേ, 2 വീണ കമ്പിക്ക് എന്താ വില? നിനക്ക് തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ ചെറുക്ക? വാ. ഒറ്റ വില 200 രൂപ. എന്റെ അച്ഛന്റെ കടകന. ഏത് അച്ഛൻ്റെതായാലും എന്താ 200 രൂപ. ഇത് വലിയ തിരുവന് കൊടുത്തതാ. 200 രൂപ വേണമെങ്കിൽ തരാം. അല്ല എന്നാ കൊണ്ടുവെക്കൂ. എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കുള്ള ഒരൊറ്റ സാധന. ഒരു 250 തന്നൂടെ? പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, കൊണ്ടുപോണു. എന്നാ 2 വീണ കമ്പി വാങ്ങാനുള്ള കാശ് കടം തരൂ. തനിക്ക് കടം തരാൻ നമ്മൾ തമ്മിൽ എന്താ പരിചയം? ഇങ്ങനെയൊക്കെയല്ലേ ആളുകളോട് പരിചയപ്പെടാ. മനുഷ്യനെ മെനക്കെടുത്ത് ഇറങ്ങിയിരിക്കുകയാണല്ലോ. എന്നാ ഒരൊറ്റ വില 200 രൂപ. അത് മാത്രം കൊണ്ടുപോകരുത് ചേട്ടാ. ഇവിടെ ഇരിക്കുന്ന വേറെ എന്തുണ്ടെങ്കിലും കൊണ്ടുപോയിക്കോളൂ. ഇത് മാത്രം കൊണ്ടുപോകരുത്. അച്ഛൻ എനിക്ക് ആ തന്തയുടെ പേര് ഇവിടെ കേട്ട് വരും. അമ്മമ്മയുടെ ഒരു സംഗീതം. ചേട്ടാ, എന്തിനാ കരയണേ? അച്ഛേട്ടൻ ആറാം പിറന്നവളെന്ന് വിളിച്ചല്ലേ?
സാരമില്ല. കൈയൊന്ന് നീട്ടിയേ. കൈ നീട്ടാൻ ഞാനാ പറഞ്ഞത്. നീട്ടില്ലേ ഞാൻ പോകും, പിന്നെ വരികയില്ല. നീട്ടിയേ. എനിക്കിനി ഇത് വേണ്ട. വീണ കമ്പികൾ കിട്ടിയില്ലേ? ഇനി ഒന്ന് ചിരിച്ചേ. ഇത് വാങ്ങിയ പാട്ട് പാടണമെന്ന് വെച്ചാണോ? ഇന്ന് പാടിയില്ലേലും വേണ്ട, പിന്നൊരു ദിവസം പാടിയാ മതി. വീണ അച്ചൂട്ട് വിൽക്കാൻ കൊണ്ടുപോയി. 142 രൂപ 50 പൈസയ്ക്ക് ഒരു വീണ കിട്ടും. വെള്ളം കൊണ്ടുവാ, വെള്ളം തണ്ണീർ കൊണ്ടുവാ. ഇവിടെ കുഴിക്കാൻ പുറം പൊളിക്കുന്നത്. അയ്യോ, ഇത് വീട്ടുകാരറിയാതെ കഴിക്കാൻ വേണ്ടി ഞാൻ തന്നെ കഴിഞ്ഞ ആഴ്ച കുടിച്ചിട്ട ചാരായമാണ്. മറന്നുപോയി. മഹാമായേ ഭദ്രകാളി അമ്മേ. ഇറങ്ങാൻ പോവാൻ എന്നെ പിടിച്ചോ, എന്നെ പിടിച്ചോ. വെള്ളം കൊണ്ടുവാ. ഇവിടെ കുഴിയണം, ഇവിടെ കുഴിയുടെ പുള്ളി കിട്ടി കിട്ടി. കൊഴിത്തല ഇതിന്റെ വല്ല ഉപദ്രവവും ഇനിമേലിൽ ഞങ്ങൾക്ക് ഉണ്ടാകുമോ എന്നുകൂടി അറിയണം. ഇല്ല, ഇനി ഞാൻ ഇവനെ ഇങ്ങോട്ട് പറഞ്ഞയക്കത്തില്ല. നീ കർമ്മം കഴിഞ്ഞു, നീ അടുത്ത കർമ്മം തുടങ്ങാം. കണ്ടോ കണ്ടോ. ബാക്കി സുഖാൻ കേട്ടോ. ചിക്കുവിന് കണ്ണ് കാണാൻ പറ്റിയ ആദ്യം ആരെ കാണണം? എനിക്ക് ഞാൻ പറയട്ടെ, അച്ചുവേട്ടനെ. കടല്, ആന, സിനിമ. പിന്നെ ആരെ കാണണം? എനിക്ക് നിനക്ക്? എനിക്ക് ശ്രീയേട്ടനെ.
സാർ കമിൻ. എന്താ വിശേഷം? കണ്ണു നോക്കിയാ. ആ, ഇതൊന്ന് വായിക്കൂ. എ ഇത് എൻ ഇത് എം. എനിക്കല്ല, പിന്നെ ഈ കുട്ടിക്ക്. എന്നാ പിന്നെ നേരത്തെ എഴുന്നള്ളിച്ചൂടായിരുന്നോ? ആ, ഇങ്ങോട്ട് മാറ്റിയിരുന്നു. ഏത് കണ്ണിനാ അസുഖം? 2 കണ്ണിനും അസുഖ. ഓഹോ. ഇതൊന്ന് വായിക്കൂ. ആ, ഇത് അല്ല, എം. ഇത് തന്നോട് ചോദിച്ചില്ല. കണ്ണ് കണ്ടൂടാ. ഓഹോ, ആശേഷം കണ്ടൂടെ? എന്നാ ഇതൊന്ന് വായിക്കൂ. അയ്യോ സാറേ, 2 കണ്ണും കണ്ടൂടാ. അവ്യക്തമായിട്ട് എന്തെങ്കിലും കാണാമോ? കുറച്ചെങ്കിലും. മാറിക്കോളൂ. ഞാൻ കുട്ടിയോട് ചോദിച്ചത്. ഒന്നും കണ്ടൂടാ, എപ്പോഴും ഇരുട്ടാ. വെരി ഗുഡ്. കാശ് കുറച്ച് ചെലവാവും. ഈ സൂക്കേടിന്റെ പേരാണ്. അല്ല, അത് നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ലേ, ഒരു ചെറിയ ഓപ്പറേഷൻ കൊണ്ട് ഭേദാക്കാവുന്ന സൂക്കേടേ ഉള്ളൂ. പക്ഷെ കുറച്ച് കാശ് ചെലവാവും. 10-50 രൂപയാവോ? 50 രൂപ വളരെ കൂടുതലല്ലേ? 5000 രൂപ വേണം. 5000 രൂപയ്ക്ക് എന്തൊക്കെ വാങ്ങിച്ചു തിന്നാ? പലതും വാങ്ങി തിന്നാം, പക്ഷെ കണ്ണിങ്ങനെ തന്നെ ഇരിക്കും. അതെ, കുറയോ എന്താന്ന്? കാശ്? ഇതെന്തോടോ മലക്കറി വെക്കണ കടയോ? 5000 രൂപയിൽ ഒരു നയാ പൈസ കുറയില്ല. കാശ് കയ്യിലുണ്ടാവുമ്പോ പെണ്ണെ കൊണ്ടുപോവാ, കണ്ണി ഞാൻ ശരിപ്പെടുത്താൻ അയക്കാം. ഇപ്പൊ കൊണ്ടുപോകും. രാവിലെ ഓരോരുത്തർ വന്ന് കേറിക്കൊള്ളാം.